സെറാമിക് ഗ്രാഫൈൻ കോട്ടിംഗ് പോലുള്ള ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വരുന്ന നെഗറ്റീവാണ്. എന്തിനാണ് 30,000 40,000 കൊടുത്തിട്ട് വെറുതെ പൈസ കളയുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള മൊത്തത്തിലുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ മെന്നാന്ന് വടകരയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് വരുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. പുറത്ത് നല്ല ഹെവി മഴയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും ഞാൻ വൈപ്പർ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് വൈപ്പർ ഇടേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഇത് സെറാമിക് കോട്ടിംഗ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. നമുക്ക് റോഡ് നല്ല കണ്ണാടി പോലെ കാണാൻ പറ്റുന്നുണ്ട്. മഴത്തധികം വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് ഫുള്ള് ബ്ലറായ പോലെ ഉണ്ടാവിന്. അതല്ലെങ്കിൽ സ്ക്രാച്ചസ് ആവും. ഇതിൽ രണ്ടിൽ എന്തായാലും ഒന്ന് ഉറപ്പാണ്. അത് വൈപ്പർ ബ്ലേഡ് മാറ്റിയാൽ മതി. പഴയ വൈപ്പർ ബ്ലേഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രാച്ചസ് എന്തായാലും വരും. ചില വണ്ടിക്ക് വൈപ്പർ ഇട്ട് കഴിഞ്ഞാലും ബ്ലർ വിഷയം ഒഴിവാവില്ല. അതിനാണ് നമ്മൾ ഈ സെറാമിക് കോട്ടിംഗ് എല്ലാം ചെയ്യുന്നത്. സെറാമിക് കോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈപ്പർ ഇടേണ്ട ഒരു ആവശ്യമേ വരില്ല. ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കണ്ണാടി പോലെ കാണാൻ പറ്റും. ഇനി വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. സെറാമിക് കോട്ടിംഗ് അടിച്ച വണ്ടിക്ക് വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളിയായിട്ട് വിഷയം കുറച്ചും കൂടി ക്ലിയർ ആവും. അതായത് പുറത്ത് നല്ല മഴയാണ്, വൈപ്പറും കൂടി ഇട്ടേരെ റോഡ് നല്ല രീതിക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ സെറാമിക് കോട്ടിംഗ് ഗ്രാഫൈൻ കോട്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതേ പ്രോസസ്സിങ് തന്നെയാണ് നമ്മൾ ബോഡിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇതുപോലെ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം വരെ ബോഡിയിൽ നിൽക്കില്ല. അങ്ങനെ നിൽക്കാത്തവരെ നമുക്ക് വാട്ടർ മാർക്സും കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ നല്ല കട്ടിയുള്ള ചളിയൊന്നും പിടിക്കില്ല. ചളി പിടിച്ചാൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ പോയി പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൂടാണ്ട് നമുക്ക് ഇതുപോലെ വെള്ളം കണ്ട കുഞ്ഞ് ബബിൾസ് പോലെയാണ് ഇത്. നമുക്ക് കാറ്റത്ത് അതായത് റണ്ണിങ്ങിൻ്റെ സമയത്ത് ഇത് പാറിപ്പോകും. അപ്പോൾ ഒരു തുള്ളി വെള്ളം വരെ നിൽക്കില്ല, വാട്ടർ മാർക്സ് വരുന്നത് ഒഴിവാകും. മാത്രമല്ല ഇതുപോലെ നമുക്ക് കണ്ണാടി പോലെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ല വൃത്തിക്ക് നമുക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എപ്പോഴും പുതിയ പോലെ ഉണ്ടാവും. പിന്നെ വരുന്നൊരു ഡൗട്ടാണ് സ്ക്രാച്ചസ് വരിക എന്നുള്ള കാര്യം. സ്ക്രാച്ചസ് വരാണ്ടിരിക്കില്ല. പക്ഷെങ്കിൽ ഓട്ടോ ഹീലിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഈ വടിനെ കൊണ്ടും കമ്പൗണ്ട് പുല്ലുകൊണ്ടൊക്കെ വരുന്ന ലൈൻസും കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ എടുത്ത് കാണുന്നത് ഒഴിവാകും. അത് വെയിലൊള്ളുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിമ്മായി പോകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇപ്പം പുതിയ വണ്ടി പോലെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി.